നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിന് അഭിമാനം. സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ പിൻഗാമിയായി സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തു. തൃശൂരിന്റെ പുത്രൻ മാർ റാഫേൽ തട്ടിൽ ഇനി സീറോ മലബാർ സഭയെ നയിക്കും. മാർ റാഫേൽ തട്ടിൽ നടന്നുകയറിയത് കാലം കാത്തുവെച്ച ചരിത്ര നിയോഗത്തിലേക്ക്. ഭരിക്കുന്നവർ തന്നെ ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിവാദങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് നേതാവ് PT മോഹനൻ അനുസ്മരണ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഗവർണർ ഏരമംഗലത്തെത്തി. കനത്ത പോലീസ് കാവലിനിടയിലും മേഖലയിൽ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവും വ്യാപകമായ പ്രതിഷേധ ബാനറുകളും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളന കാലത്തിന് തുടക്കം. കേച്ചേരി മേഖലാ സമ്മേളനം പുതുശ്ശേരി IMA ഹാളിൽ സജ്ജമാക്കിയ TV വിനോദ് കുമാർ നഗറിൽ KCCL ചെയർമാൻ K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് ചൊവ്വന്നൂർ കലശമല അയ്യപ്പത്ത ശ്രീധരന്റെ മകൻ ശ്രീശാന്ത്. ഭരിക്കുന്നവർ തന്നെ ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. PT മോഹനൻ അനുസ്മരണ പുരസ്കാര സമർപ്പണ ചടങ്ങ് എരമംഗലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മോഹനസ്പർശം വീടിന്റെ താക്കോൽദാന കർമ്മവും നടന്നു. ഭരിക്കുന്നവർ തന്നെ കരിങ്കൊടി കാണിക്കുന്നതിലെ അനൌചിത്യം ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മോഹനൻ അനുസ്മരണ പുരസ്കാര സമർപ്പണ ചടങ്ങിനെത്തിയത്. ഭരണത്തിലിരിക്കുന്നവർ ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. Disruption, disorder, protest, that they forget that they have been chosen to rule the state and they go to the roads and create. Unfortunately, how a party which is responsible for maintaining law and order in the state, its own members go on roads and create disruption and create and threaten the law and order. ജനങ്ങൾക്ക് നൽകിയ സ്നേഹവാത്സല്യത്തിന്റെ ഫലമായി PT മോഹനകൃഷ്ണൻ മരിച്ചിട്ടും ആളുകളുടെ മനസ്സിലൂടെ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വിളിച്ചപ്പോൾ ഉടൻ താൻ വരാമെന്ന് സമ്മതിച്ചതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. എരമംഗലം കിള്ളിയിൽ പ്ലാസയിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗായകൻ MG ശ്രീകുമാർ, സുജിത് നായർ, നിലമ്പൂർ ആയിഷ, അമ്മിണി തമ്പുരാട്ടി തുടങ്ങിയവർക്ക് ഗവർണർ പുരസ്കാരം സമർപ്പിച്ചു. വേദിയിലേക്ക് നടന്നുകയറാൻ പ്രയാസമുള്ള അമ്മിണി തമ്പുരാട്ടിക്ക് സദസ്സിലേക്ക് ഇറങ്ങിവെന്നാണ് ഗവർണർ പുരസ്കാരം സമ്മാനിച്ചത്. ചടങ്ങിൽ BM സുധാകരൻ അധ്യക്ഷത വഹിച്ചു. രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി. ET മുഹമ്മദ് ബഷീർ MP മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മോഹനസ്പർശം വീടിന്റെ താക്കോൽദാനവും നടന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ET മുഹമ്മദ് ബഷീർ MP, PT അജയമോഹൻ, കല്ലാട്ടിൽ ഷംസു തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നയൂർകുളം. എരമംഗലത്തും ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവും വ്യാപകവുമായ പ്രതിഷേധ ബാനറുകളും. കനത്ത പോലീസ് കാവലിനിടയിലും പ്രതിഷേധമുയർന്നു. ഗവർണർ ഗോബാക്ക് മുദ്രാവാക്യങ്ങൾ നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനവ്യൂഹത്തിന്റെ മുന്നിലേക്ക് ചാടുകയായിരുന്നു പ്രതിഷേധക്കാർ. DYFI, SFI പ്രവർത്തകരായ 25ഓളം പേർക്കെതിരെ പെരുമ്പടപ്പ് പോലീസ് കേസെടുത്തു. എരമംഗലം കിള്ളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഗവർണറെ എരമംഗലം സെന്ററിൽ വെച്ചാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ലോക്കൽ സെക്രട്ടറി സുനിൽ കാരേട്ടൽ, DYFI പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ്, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജയൻ, CPM നേതാക്കളായ സുരേഷ് കാക്കനാത്ത്, ഗിരിവാസൻ തുടങ്ങി 25ഓളം പ്രവർത്തകർക്കെതിരായാണ് പോലീസ് കേസെടുത്തത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയച്ചു. കോൺഗ്രസിന്റെ പൊതുചടങ്ങിൽ ഗവർണർ പങ്കെടുക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് SFI അറിയിച്ചിരുന്നു. മിസ്റ്റർ ചാൻസലർ, ഇത് നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസുകൾ ഒരുപാടുള്ള സ്ഥലമാണ്, സൂക്ഷിക്കുക. മിസ്റ്റർ ചാൻസലർ, യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയാണ് ബാനറുകൾ ഉയർന്നിരുന്നത്. SFI പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ പേരിലാണ് ബാനറുകൾ സ്ഥാപിച്ചിരുന്നത്. ഗവർണറെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിൽ വിവിധ സംഘടനകൾ സമൂഹമാധ്യമങ്ങളിലൂടെയും മറ്റും പ്രതിഷേധം അറിയിച്ചിരുന്നു. തൃശൂരിൽ നിന്ന് റോഡുമാർഗം എരമംഗലത്തേക്കെത്തിയ ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ മലപ്പുറം ജില്ലയ്ക്ക് പുറമെ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പോലീസ് സംഘവും എരമംഗലത്ത് എത്തിയിരുന്നു. CCTV ന്യൂസ്, പുന്നയൂർകുളം.
സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പിൻഗാമിയായി സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തു. സഭാസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടന്ന സിനഡ് യോഗത്തിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. രഹസ്യ ബാലറ്റിലൂടെ നടത്തിയ വോട്ടെടുപ്പിനൊടുവിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് വത്തിക്കാന്റെ അനുമതിക്കായി സമർപ്പിച്ചിരുന്നു. മാർപ്പാപ്പ അനുമതി നൽകിയതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിലും കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലും ഒരേ സമയം പ്രഖ്യാപനം നടന്നു. മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചതോടെ സിനഡ് സമ്മേളനം അവസാനിച്ചു. മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കൽ മാത്രമാണ് സിനഡിന്റെ അജണ്ടയെന്നും സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ അറിയിച്ചിരുന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ആന്റണി പടിയറയെയും മാർ വർക്കി വിധേയത്തിലിനെയും മാർപ്പാപ്പ നിയമിച്ചതാണ്. എന്നാൽ മാർ ജോർജ് ആലഞ്ചേരിയെ സിനഡ് തെരഞ്ഞെടുക്കുകയായിരുന്നു. തൃശൂരിന് അഭിമാനം. തൃശൂരിന്റെ പുത്രൻ മാർ റാഫേൽ തട്ടിൽ ഇനി സീറോ മലബാർ സഭയെ നയിക്കും. മാർ റാഫേൽ തട്ടിൽ നടന്നുകയറിയത് കാലം കാത്തുവെച്ച ചരിത്ര നിയോഗത്തിലേക്ക്. PS സിനിജ തയ്യാറാക്കിയ 1956 ഏപ്രിൽ 21 ത്രേസ്യ യൗസെബ് ദമ്പതികളുടെ 10ാമത്തെ മകനായാണ് മാർ റാഫേൽ തട്ടിലിന്റെ ജനനം. തൃശൂർ പുത്തൻപള്ളി ഇടവകാംഗമായിരുന്ന അദ്ദേഹം 1980 ഡിസംബർ 21 പൌരോഹിത്യം സ്വീകരിച്ചു. കോട്ടയത്ത് വൈദിക പഠനം പൂർത്തിയാക്കി അദ്ദേഹം ഫിലോസഫിയിലും തിയോളജിയിലും ബിരുദം നേടി. പിന്നീട് റോമിൽ ഉന്നത പഠനത്തിനായി പോയി. റോമിൽ നിന്ന് തിരികെ വന്ന ശേഷം സീറോ മലബാർ സഭയിൽ വൈദികനായും സഭയുടെ വിവിധ സ്ഥാനങ്ങളും വഹിച്ച അദ്ദേഹത്തെ 2010 ഏപ്രിൽ 10 ബിഷപ്പായി സ്ഥാനക്കയറ്റം നൽകി. പിന്നീട് തൃശൂർ ബ്രൂണി രൂപതകളിൽ പ്രവർത്തിച്ചു. 2017 ഒക്ടോബർ 10 ശംഷാബാദ് രൂപതയുടെ ആദ്യ ബിഷപ്പായാണ് മാർപ്പാപ്പ മാർ തട്ടിലിനെ നിയമിച്ചത്. കൊച്ചിയിൽ സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പിൻഗാമിയായി സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ വാർത്ത തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. സഭാ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടന്ന സിനഡ് യോഗത്തിനൊടുവിൽ മാർപ്പാപ്പയുടെ അനുമതി ലഭിച്ച ഔദ്യോഗിക പ്രഖ്യാപനമായതോടെ തൃശൂർക്കാർക്കൊപ്പം എല്ലാ സഭാംഗങ്ങൾക്കും ഒരുപോലെ ആവേശമായി. രഹസ്യ ബാലറ്റിലൂടെ നടത്തിയ വോട്ടെടുപ്പിനൊടുവിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് വത്തിക്കാന്റെ അനുമതിക്കായി സമർപ്പിച്ചിരുന്നു. മാർപ്പാപ്പ അനുമതി നൽകിയതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചതോടെ അനുമോദന യോഗത്തിന് ശേഷം സിനഡ് സമ്മേളനം അവസാനിച്ചു. മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാൻ മാത്രമാണ് സിനഡിന്റെ അജണ്ടയെന്ന് സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ അറിയിച്ചിരുന്നു. മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ മറുപടി പ്രസംഗത്തിൽ ദൈവഹിതം അംഗീകരിക്കുന്നുവെന്നും മേജർ ആർച്ച് ബിഷപ്പാകുമെന്ന് കരുതിയിരുന്നില്ലെന്നും മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. സഭയിലെ ഏകീകൃത കുർബാന അടക്കമുള്ള വിഷയങ്ങൾ കീറാമുട്ടിയായി മാറിയ സമയത്താണ് സഭയെ നയിക്കാൻ പുതിയ ഇടയനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നിച്ച് ചേർന്ന് നിൽക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മാർ തട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സഭയുടെ തലവനായി തൃശൂരിൽ നിന്നുള്ള ജനകീയനായ റാഫേൽ തട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പൂരനഗരി ജാതിമത ഭേദമന്യേ ആഹ്ലാദത്തിലാണ്. ന്യൂസ് ഡെസ്ക് CCTV. അധിനിവേശ ശക്തികൾക്കെതിരെ കൂട്ടായ പ്രതിരോധം തീർത്താണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുത്തുറ്റ പ്രസ്ഥാനമായി മാറിയതെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേച്ചേരി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നിർണ്ണയിക്കുന്നത് പോലും കേരളത്തിലെ ഈ സംരംഭക കൂട്ടായ്മയാണെന്ന് പറയുന്നതായിരിക്കും അക്ഷരാർത്ഥത്തിൽ ശരി. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞാൽ പോരാ, നിയന്ത്രിക്കുന്നതും കേബിൾ ഓപ്പറേറ്റർമാരുടെ സംഘടനയാണ് എന്നും K. ഗോവിന്ദൻ പറഞ്ഞു. അന്ന് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടിരുന്ന കാലം മുതൽ കഴിഞ്ഞ ഒരു 1.5 ദശകം വരെയുള്ള കാലഘട്ടം വരെ വളരെ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിരുന്ന, വളരെ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു. അന്ന് കേബിൾ ഓപ്പറേറ്റർമാരിലെ വലിയൊരു പങ്കും നിരാശാഭരിതമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലരും ഈ ബിസിനസ് തന്നെ ഉപേക്ഷിച്ചു പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഈ സംഘടനയിലുള്ള അംഗങ്ങളാണ്, ഈ സംഘടനയുടെ നിലപാടാണ് കേരളത്തിലെ മാർക്കറ്റിൻ്റെ സ്ട്രാറ്റജി നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞാൽ പോരാ, ഇന്ത്യയിലെ മാർക്കറ്റിൻ്റെ സ്ട്രാറ്റജി നിർണ്ണയിക്കുന്നത് പോലും കേരളത്തിലെ ഈ സംരംഭക കൂട്ടായ്മയാണെന്ന് പറയുന്നതായിരിക്കും അക്ഷരാർത്ഥത്തിൽ ശരി. പേ ചാനലുകളുടെ ആധിക്യവും നിരക്ക് വർധനവും അടിച്ചേൽപ്പിക്കാനുള്ള കോർപ്പറേറ്റ് ഭീമന്മാരുടെയും ബ്രോഡ്കാസ്റ്റ് കമ്പനികളുടെയും നയത്തിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംഘടന ഇന്ന് ശ്രദ്ധേയമായ ഉയരങ്ങൾ എത്തിയതിനു പിറകിൽ എണ്ണിയാലൊടുങ്ങാത്തത്രയും പേരുടെ ത്യാഗത്തിന്റെയും അധ്വാനത്തിന്റെയും ചരിത്രമുണ്ടെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. പുതുശ്ശേരി IMA ഹാളിൽ സജ്ജമാക്കിയ TV വിനോദ് കുമാർ നഗറിൽ മേഖലാ പ്രസിഡന്റ് സന്തോഷ് ജോസ് പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്.
സന്തോഷ് ജോസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി പി ബിജു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി AS പ്രസാദ് പ്രവർത്തന റിപ്പോർട്ടിന്റെയും ട്രഷറർ AR റെജി വരവ് ചെലവ് കണക്കിന്റെയും അവതരണം നടത്തി. PR ശ്രീകുമാർ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി KB രാജൻ സംസ്ഥാന റിപ്പോർട്ടും അവതരിപ്പിച്ചു. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ട്രഷറർ സിജി ജോസ്, KVBL ഡയറക്ടർ BP ബിജു, കേരള വിഷൻ ചെയർമാൻ PM നാസർ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, വീണയൻ മാനേജിംഗ് ഡയറക്ടർ KR അനിലൻ, മേഖലാ വൈസ് പ്രസിഡന്റ് PI ഡെന്നി എന്നിവർ സംസാരിച്ചു. കേച്ചേരി മേഖലാ പരിധിയിലെ 52 കേബിൾ ഓപ്പറേറ്റർമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചർച്ചകൾക്ക് ശേഷം പുതിയ ഭാരവാഹികളായി പോൾ ജേക്കബ് പ്രസിഡന്റ്, AR റെജി സെക്രട്ടറി, BK പ്രമോദ് ട്രഷറർ, KR അനിലൻ വൈസ് പ്രസിഡന്റ്, CS ഗോപി ജോയിന്റ് സെക്രട്ടറി, നിർവാഹക സമിതി അംഗങ്ങളായി KC ജോൺസൺ, സന്തോഷ് ജോസ്, KC ജോസ്, AS പ്രസാദ്, VN മുരളീധരൻ, പ്രകാശ് പൈ എന്നിവരെയും തെരഞ്ഞെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചിരുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ സമ്മേളനം വ്യാഴാഴ്ച ലിവ ടവറിൽ സജ്ജമാക്കുന്ന TV വിനോദ് കുമാർ നഗറിൽ നടക്കും. രാവിലെ 9-ന് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും. 10-ന് COA മേഖലാ പ്രസിഡന്റ് P രാധാകൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾ ആരംഭിക്കും. KCCL ചെയർമാൻ K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് P രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. മേഖലാ സെക്രട്ടറി PM സോമൻ പ്രവർത്തന റിപ്പോർട്ടും, മേഖലാ ട്രഷറർ ബാബു പോൾ സാമ്പത്തിക റിപ്പോർട്ടും, മേഖലാ അംഗം KA അജീഷ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിക്കും. തുടർന്ന് ചർച്ചയ്ക്ക് ശേഷം മറുപടി പ്രസംഗം നടക്കും. KCCL MD PP സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, കേരള വിഷൻ ചെയർമാൻ PM നാസർ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, COA മേഖലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഷാജി V ജോസ്, മേഖലാ എക്സിക്യൂട്ടീവ് അംഗം KM എഡ്വിൻ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് റിപ്പോർട്ട് അംഗീകരിക്കലും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. ചൊവ്വന്നൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. ചൊവ്വന്നൂർ കലശമല അയ്യപ്പത്ത് ശ്രീധരന്റെ മകൻ 17 വയസ്സുള്ള ശ്രീശാന്താണ് മരിച്ചത്. കുന്നംകുളം ന്യൂമാൻസ് കോളേജിലെ +1 വിദ്യാർത്ഥിയാണ്. കുന്നംകുളത്തെ കോളേജിൽ നിന്നും ബൈക്കിൽ ചൊവ്വന്നൂരിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ചൊവ്വന്നൂർ പോസ്റ്റ് ഓഫീസിനടുത്ത് വെച്ച് സ്വകാര്യ ബസിനെ മറികടക്കാനുള്ളതിനിടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ബസിനടിയിലേക്ക് വീഴുകയായിരുന്നു. ശ്രീശാന്തിന്റെ ദേഹത്തുകൂടി ബസിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ശ്രീശാന്തിന് മരണം സംഭവിച്ചിരുന്നു. കുന്നംകുളത്ത് നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്നു ഫിദമുൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം ആക്സ് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വ്യാഴാഴ്ച ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശ്രീരാഗ് സഹോദരനാണ്. വേലൂരിൽ കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. കേച്ചേരി ഭാഗത്തു നിന്നും വേലൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വിഫ്റ്റ് കാറും കേച്ചേരിയിലേക്ക് മണലുമായി വന്നിരുന്ന ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ പുറകിലേക്ക് നീങ്ങിയ കാർ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് പോസ്റ്റ് 2ആയി മുറിഞ്ഞു. ടിപ്പർ ലോറി ഇടിച്ചതിനെ തുടർന്ന് കാറിന്റെ മുൻവശവും ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചതിനെ തുടർന്ന് കാറിന്റെ പുറകുവശവും തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറി മരത്തിലിടിച്ചാണ് നിന്നത്. ചാവക്കാട് ഒരുമനയൂർ ദേശീയപാത ഒറ്റത്തെങ്ങിൽ ടോറസ് ലോറി പോസ്റ്റിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ചാവക്കാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന ടോറസ് ലോറി റോഡരികിലെ വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് മുറിഞ്ഞ് ടോറസ് ലോറിക്ക് മുകളിൽ പതിച്ചു. ഓടിക്കൂടിയ നാട്ടുകാരും മറ്റ് യാത്രക്കാരും രക്ഷാപ്രവർത്തനം നടത്തി. ചാവക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ചാവക്കാട് നഗരസഭയിലെ 14ാം പഞ്ചവത്സര പദ്ധതിയിലെ 2023-24 വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭ NP സോമൻ ഹാളിൽ നടന്ന വികസന സെമിനാർ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA സംസ്കൃതത്തിൽ 1ാം റാങ്ക് നേടിയ ആതിര വിഷ്ണുദേവിനെ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. നഗരസഭാസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രമേശ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, S അബ്ദുൾ റഷീദ്, ബുഷറ ലത്തീഫ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, കൗൺസിലർമാരായ MR രാധാകൃഷ്ണൻ, KV സത്താർ എന്നിവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതവും സെക്രട്ടറി MS ആകാശ് നന്ദിയും പറഞ്ഞു.
42,88,23,000 രൂപയുടെ വികസന പദ്ധതികളാണ് നഗരസഭ 2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭാ ഓഫീസിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം, ടൗൺഹാളിൽ നിർമ്മാണം, കളിസ്ഥലമൊരുക്കൽ, ഹാപ്പിനെസ് പാർക്ക്, ബീച്ച് വികസനം, പാർപ്പിടം, ശുചിത്വ മാലിന്യ സംസ്കരണം, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, പട്ടികജാതി മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൗൺസിലർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, മറ്റംഗങ്ങളും സെമിനാറിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ചാവക്കാട്. അഭിഭാഷകനെതിരെ അപമര്യാദയായി പെരുമാറുകയും കള്ളക്കേസെടുക്കുകയും ചെയ്ത ആലത്തൂർ SIക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് രജിത് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സിജു മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ SIക്കെതിരെ സത്വര നടപടികൾ കൈക്കൊള്ളുക, അഭിഭാഷക സംരക്ഷണ നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രമേയം അവതരിപ്പിച്ചു. അഭിഭാഷകരായ സുഭാഷ് കുമാർ, രാമചന്ദ്രൻ, ഷൈൻ മനയിൽ, സ്റ്റോബി ജോസ്, മുഹമ്മദ് ബഷീർ, CI എഡിസൺ, ജോബി ഡേവിഡ്, അക്തർ അഹമ്മദ്, ബിജു ശ്രീനിവാസ്, പ്രിയദർശിനി, ഷീജ, E ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു തുടങ്ങി. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനായാണ് അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കുന്നത്. ഗുരുവായൂർ ടൗൺഷിപ്പായിരുന്ന കാലത്ത് 1973 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന K. ഔഖാദർ കുട്ടി നഹയാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. 1978 മാർച്ച് 27 മന്ത്രി ഔഖാദർ കുട്ടി നഹ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 10 വർഷം മുമ്പ് കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. കെട്ടിടത്തിലെ കോൺക്രീറ്റ് അടർന്നു വീണ് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും പരിക്കേൽക്കുന്നത് പതിവായിരുന്നു. പൊളിക്കുന്നതിന് മുന്നോടിയായി കെട്ടിടത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെ മുഴുവൻ നഗരസഭ ഒഴിപ്പിച്ചിരുന്നു. ഇവർക്ക് താൽക്കാലിക സംവിധാനം നഗരസഭ നൽകിയിട്ടുണ്ട്. 31,56,000 രൂപ നഗരസഭയ്ക്ക് നൽകിയാണ് സ്വകാര്യ കമ്പനി കെട്ടിടം പൊളിക്കാൻ കരാർ എടുത്തിരിക്കുന്നത്. 45 ദിവസത്തിനുള്ളിൽ കെട്ടിടം പൂർണ്ണമായി പൊളിച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതിനു ശേഷമായിരിക്കും കെട്ടിടം പൊളിക്കുക എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും പാലിക്കപ്പെട്ടിട്ടില്ല. കെട്ടിടം പൊളിക്കുന്നത് പൂർത്തിയായാൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. നിർമ്മാണത്തിനായി കേരള ബാങ്കിൽ നിന്ന് 16 കോടി രൂപ വായ്പയെടുക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. പ്രതിപക്ഷം ഇതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. വായ്പയെടുക്കാനുള്ള തീരുമാനം നഗരസഭയെ കടക്കണിയിലേക്ക് തള്ളിവിടുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. CCTV ന്യൂസ്, ഗുരുവായൂർ. എളവള്ളി പഞ്ചായത്തിൽ ജനകീയ ഹോട്ടൽ കെട്ടിടത്തിന് ശിലയിട്ടു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ജനകീയ ഹോട്ടലിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KD വിഷ്ണു, TC മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങളായ PM അബു, സുരേഷ് കരുമത്തിൽ, MP ശരത് കുമാർ, CDS ചെയർപേഴ്സൺ ഷീല മുരളി, ബ്ലോക്ക് കോർഡിനേറ്റർ PV ചന്ദന എന്നിവർ സംസാരിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റോർ, സുതാര്യമായ അടുക്കള, 40 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, വാഷിംഗ് സൗകര്യം, മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റ് എന്നിവയാണ് കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിൽ ജനകീയ ഹോട്ടലിൽ നിന്ന് ദിനംപ്രതി 250 പേർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഇലക്ട്രോണിക്സിൽ എരുമപ്പെട്ടി സ്വദേശിനി വിദ്യ വിജയൻ 1ാം റാങ്ക് കരസ്ഥമാക്കി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് 7ാം വാർഡ് കൊടപ്പാടത്ത് വീട്ടിൽ വിജയന്റെയും പ്രീതയുടെയും മകളാണ്. തൊഴിയൂർ കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. ഗുരുവായൂർ തൈക്കാട് ബൈക്ക് തെന്നി വീണ് യുവാവിന് പരിക്കേറ്റു. ഗുരുവായൂർ പുഷ്പകത്ത് യദുകൃഷ്ണനാണ് പരിക്കേറ്റത്. തൈക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ ഉച്ചയ്ക്ക് 1:45 പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ ഗുരുവായൂർ ദേവസ്വം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിറയ്ക്കൽ കാട്ടകാമ്പാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചു. റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളാണ് തുടങ്ങിയിട്ടുള്ളത്. ജലജീവൻ പദ്ധതിക്കായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചതോടെ റോഡിന്റെ പകുതിയോളം തകർന്ന നിലയിലായിരുന്നു. പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകിയതോടെ റോഡിൽ ചെളി നിറഞ്ഞിരുന്നു. യാത്രാക്ലേശം രൂക്ഷമായതോടെ റോഡ് പണി വൈകുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. റോഡ് പണി തുടങ്ങിയതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി. ചിറയ്ക്കൽ മുതൽ കൊണ്ടടക്കടവ് വരെയുള്ള 2.5 കിലോമീറ്റർ ആധുനിക രീതിയിൽ നവീകരിക്കാൻ സർക്കാർ 2 വർഷം മുമ്പ് 2.5 കോടിയോളം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ചിറക്കുളം മുതൽ അമ്പലനട വരെയുള്ള ഭാഗത്തെ വീതി കുറവ് നിർമ്മാണത്തിന് തിരിച്ചടിയായി. പുറമ്പോക്ക് കണ്ടെത്താനായി സർവേ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതോടെ AC മൊയ്തീൻ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ റോഡ് വീതി കൂട്ടാനായി സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് പ്രദേശവാസികളോട് അഭ്യർത്ഥിച്ചിരുന്നു. പല കാരണങ്ങൾ മൂലം റോഡ് പണി വൈകുന്നതിനെതിരെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മഹാരുദ്രയജ്ഞത്തിന്റെ ഭാഗമായി നടന്നു വന്നിരുന്ന ദേശീയ സെമിനാർ സമാപിച്ചു. കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, പാഠകം, മിഴാവ് എന്നിവ ആസ്പദമാക്കി പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സമാപന ചടങ്ങിൽ ബാംഗ്ലൂർ ഡോക്ടർ പത്മജ സുരേഷ് രചിച്ച ഡാൻസ് ഓഫ് തന്ത്ര ആൻഡ്
ഏസത് ഗുരു എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK ഹരിഹരകൃഷ്ണൻ നിർവഹിച്ചു. ദേശീയ സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ CM നീലകണ്ഠൻ ഏറ്റുവാങ്ങി. ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ KK ഗോവിന്ദദാസ്, KK വിശ്വനാഥൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ NK ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. 30 വർഷം പഴക്കമുള്ള കടങ്ങോട് ജലധാര കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി അപകടാവസ്ഥയിൽ. 108 കുടുംബങ്ങൾ ആശങ്കയിൽ കഴിയുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ 4, 7, 8 വാർഡുകളിലെ കുടുംബങ്ങൾക്കുള്ള ജലധാര കുടിവെള്ള പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ജലസംഭരണിയുടെ വശങ്ങളും സംരക്ഷണ ഭിത്തിയും കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. സംഭരണിക്ക് താഴെയുള്ള വീടുകളിലുള്ളവർ ഭീതിയിലാണ് കഴിയുന്നത്. നിലവിലെ സംഭരണി പൊളിച്ചു നീക്കി മറ്റൊരു സംഭരണി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പരിസരത്തുള്ള 108 കുടുംബങ്ങളിൽ 70-ലധികം കുടുംബങ്ങൾക്കും സ്വന്തമായി കിണറില്ല. ഇവരുടെ ഏക ആശ്രയം ഈ കുടിവെള്ള പദ്ധതിയാണ്. സംഭരണിയിൽ വെള്ളമില്ലാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. മുൻപ് ജലധാര കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് അധികൃതർ 16 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഞങ്ങളെ മെമ്പർ ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ ജലധാര കമ്മിറ്റിയിലേക്ക് ഞങ്ങൾ മെമ്പറെ വിളിക്കാറുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് തന്നെ ഫണ്ട് വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ ഞങ്ങളത് വിശ്വസിച്ചു. ഞങ്ങളെ മെമ്പറേനും വിശ്വസിച്ചു, പഞ്ചായത്തിനും വിശ്വസിച്ചു. ഇപ്പോഴാണ് പറയണത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫണ്ട് ഇല്ല എന്നുള്ളത്. ഇപ്പം ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടാങ്ക് ഇതാ അതീവ ഗുരുതരാവസ്ഥയിലാണ്. വിണ്ട് പൊട്ടി അതിന് വിള്ളലുകൾ സംഭവിച്ച് വെള്ളം പുറത്തേക്ക് എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഞങ്ങൾ നിരന്തരമായിട്ട് ഭരണാധികാരികളെ അറിയിച്ചിട്ടുണ്ട്, വന്ന് നോക്കിയിട്ടുണ്ട്. ഇന്ന് വരെ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. എന്നാൽ ഇതേക്കുറിച്ച് അധികൃതർ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും പണം അനുവദിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം വരൾച്ചയെ നേരിടുന്നതിന് ഓരോ ഗുണഭോക്താവും 1000 രൂപയെടുത്ത് ജലവിതരണ മോട്ടോർ പുരയിലേക്ക് 3 ഫേസ് കണക്ഷൻ എടുത്തിരുന്നു. MP, MLA, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകുമെന്നും നാട്ടുകാർ അറിയിച്ചു. ഈ ടാങ്കിലേക്ക് വെള്ളം അടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ താഴത്ത് 10-13 വീടുകളുണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നത് പൊളി പിടിക്കാൻ എന്തായാലും 13 വീടുകൾ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മോട്ടർ അടിച്ച് വെള്ളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പഴഞ്ഞി പള്ളിക്ക് സമീപം പൊതു ടാപ്പ് തകർന്നു. ഇതോടെ വെള്ളം റോഡിലൂടെ ഒഴുകി. ബുധനാഴ്ച രാവിലെയാണ് ടാപ്പിന്റെ വശത്തിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകിയത്. നാട്ടുകാർ അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ബലം കണ്ടില്ല. പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി വെള്ളം പാഴാകുന്നത് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ തിരുവെങ്കിടം റെയിൽവേ അടിപ്പാത എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് തിരുവെങ്കിടാചലപതി ക്ഷേത്ര സമിതി വാർഷിക ഭരണസമിതി യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ശശി വാറനാട്ട് അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ശശി വാറാണ്ടിനെയും ജനറൽ സെക്രട്ടറിയായി പ്രഭാകരൻ മണ്ണൂരിനെയും ട്രഷററായി വിനോദ് കുമാർ അകമ്പടിയെയുമാണ് തെരഞ്ഞെടുത്തത്. ഒഴിവുവേളകൾ വിനോദത്തിനും വിജ്ഞാനത്തിനും ഉപയോഗപ്പെടുത്തി കുട്ടികളുടെ വൈവിധ്യമാർന്ന കഴിവുകൾ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫ്രൈഡേ FM റേഡിയോ തുടങ്ങി. പാട്ടുപാടിയും കഥ പറഞ്ഞും ആനുകാലിക സംഭവ വികാസങ്ങൾ പങ്കുവച്ചും കുട്ടികളുടെ സർഗാത്മകതയും സാമൂഹിക കാഴ്ചപ്പാടും പൊതുവിജ്ഞാനവും പരിപോഷിപ്പിക്കുക എന്നതാണ് ഫ്രൈഡേ FM റേഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും കുട്ടികൾ തന്നെയാണ് പരിപാടികൾ റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്ത് തയ്യാറാക്കുന്നതും റേഡിയോ ജോക്കികളായി അവതരിപ്പിക്കുന്നതും. റേഡിയോയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ മെമ്പർ AK സുബൈർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷംസു കുമ്മിൽ, പ്രിൻസിപ്പാൾ സജീവ് കുമാർ, പ്രധാന അധ്യാപകൻ MP കൃഷ്ണൻ, PTA വൈസ് പ്രസിഡന്റ് ഖലീൽ വാലിയിൽ, മുൻ PTA പ്രസിഡന്റ് ഇസ്മയിൽ, അധ്യാപകരായ PK മണി, K അനൂപ, PJ ജോളി, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ പോലെ ലോകത്തിൻ്റെ വിസ്മയങ്ങൾ ഈ വിരൽത്തുമ്പിൽ കിട്ടുന്നൊരു കാലമല്ല. അന്ന് നിങ്ങൾക്ക് യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്താവശ്യമില്ല, ഒരു പക്ഷേ അധ്യാപകരെക്കാളും ഞങ്ങളെക്കാട്ടൊക്കെ കൂടുതൽ അറിവുകൾ നേടാൻ നമുക്ക് ഈ ഒരു സാധനം സഹായിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആദ്യം ഇത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും അതൊരു നിർധന രോഗികൾക്ക് ആശ്വാസവും കരുതലുമായി ഗുരുവായൂർ ദേവസ്വം ശ്രീ സത്യസായി ഓർഫണേജ് ട്രസ്റ്റ് കേരളയുടെ സഹകരണത്തോടെ തുടങ്ങിയ നവജീവനം സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ 1ാം വാർഷികം വ്യാഴാഴ്ച ആഘോഷിക്കും. വൈകിട്ട് 5:30 ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിക്കും. ദേവസ്വം ഭരണസമിതി അംഗം ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയുടെ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ KN ആനന്ദ്കുമാർ, ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജിജോസി സണ്ണി, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്,
സി മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, KR ഗോപിനാഥ്, മനോജ് ബി നായർ, VG രവീന്ദ്രൻ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, വാർഡ് കൗൺസിലർ ഷിൽവ ജോഷി, ഡോക്ടർ വത്സലൻ, ഡോക്ടർ മധുസൂദനൻ എന്നിവർ സന്നിഹിതരാകും. 2023 ജനുവരി 11 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നവജീവനം സൗജന്യ ഡയാലിസിസ് കേന്ദ്രം നാടിന് സമർപ്പിച്ചത്. ഒരു വർഷത്തെ സഫലമായ പ്രവർത്തനം വഴി 1000-ലേറെ സൗജന്യ ഡയാലിസിസ് നടത്താനായി 1000-ഓളം വൃക്കരോഗികൾക്ക് സഹായമെത്തിക്കാനും സാധിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ശതാബ്ദിയോടനുബന്ധിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കി. 1924 സ്ഥാപിതമായ കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെയാണ് ശതാബ്ദി സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ശംഷാബാദ് രൂപത മെത്രാൻ മാർ റാഫേൽ തട്ടിൽ കൂനമുച്ചി ഇടവക അംഗമായ റിട്ടയേർഡ് പോസ്റ്റ് മാസ്റ്റർ TC തോമസിൽ നിന്നും ഏറ്റുവാങ്ങി സ്റ്റാമ്പ് പ്രകാശനം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ജോമി ജോൺസൺ, പബ്ലിക് റിലേഷൻ കമ്മിറ്റി കൺവീനർ ജേസൺ ചാക്കോ, ജോയിന്റ് കൺവീനർ ബാബു പോൾട്ടി, ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അൽഫോൺസ് മുട്ടത്ത്, ട്രഷറർ ഇൻചാർജ് TF പ്രിൻസ്, കൈക്കാരന്മാരായ PC ലോന, PD ജോസ്, TR റിനീഷ്, AL ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. സ്റ്റാമ്പ് ആവശ്യാനുസരണം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗാനഗന്ധർവന് ഇന്ന് 84ാം പിറന്നാൾ. സ്വരമാധുരി കൊണ്ട് ലോകസംഗീതത്തിൽ തന്നെ അന്നും ഇന്നും എന്നും തിളങ്ങി നിൽക്കുന്ന അപൂർവ പ്രതിഭയാണ് സംഗീത മാന്ത്രികൻ KJ യേശുദാസ്. എത്ര കേട്ടാലും മതിവരാത്ത ശബ്ദ സൗന്ദര്യമാണ് യേശുദാസിനെ ലോകോത്തര നാദത്തിനുടമയാക്കിയത്. സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തിന്റെയും ആത്മാവിഷ്കാരത്തിന്റെയും പ്രതിഫലമാണ് സംഗീത ലോകത്ത് ഇന്നും പകരം വയ്ക്കാൻ ആളില്ലാത്ത നാദവിസ്മയമായി ദാസേട്ടൻ മാറാനുള്ള കാരണം. സംഗീതത്തിലെന്ന പോലെ ജീവിതത്തിലും കൃത്യമായ അച്ചടക്കം പാലിച്ചുകൊണ്ട് ജാതിമത ചിന്തകൾക്കതീതമായി സംഗീതത്തെ നെഞ്ചേറ്റിയ പ്രതിഭയാണ് ദാസേട്ടൻ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങി ലോകത്തിലെ ഒട്ടുമിക്ക ഭാഷകളിലുമായി 40,000-ത്തിലധികം ഗാനങ്ങൾ ദാസേട്ടന്റെ സ്വരശോഭയിൽ സംഗീതപ്രേമികൾ ആസ്വദിച്ചു. എത്രമാത്രം മുകളിലേക്കും എത്രമാത്രം താഴേക്കും പാടാൻ കഴിയും എന്നതാണ് ഒരു പാട്ടുകാരന്റെ റേഞ്ച്. അതിൽ തന്നെ താഴേക്കും മുകളിലേക്കും പോകുമ്പോൾ ആലാപനത്തിന്റെ മാധുര്യത്തിനോ നിയമങ്ങൾക്കോ പിഴവ് വരുത്താത്തയാളാണ് ഉത്തമ ഗായകൻ. അങ്ങനെയൊരു ഗായകന് അതിമനോഹരമായ ശബ്ദം കൂടി ഉണ്ടെങ്കിൽ അത് യേശുദാസായി. ഏറ്റവും സീനിയറായ സംഗീത സംവിധായകൻ MK അർജുനൻ ദാസേട്ടനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യൻ സംഗീതത്തിലെന്നല്ല, ഒരുപക്ഷെ ലോകോത്തര സംഗീതത്തിൽ വരെ ദാസേട്ടന്റെ ശബ്ദമാധുര്യത്തിന് പകരക്കാരില്ല എന്ന് നിസ്സംശയം പറയാം. ചലച്ചിത്ര ഗാനങ്ങളിലും ശാസ്ത്രീയ സംഗീതത്തിലും മാത്രമല്ല, ഭക്തിഗാനങ്ങളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതിലും ജനപ്രിയമാക്കിയതിലും അദ്ദേഹം വഹിച്ച പങ്ക് നിസ്സീമമാണ്. പ്രായത്തിന്റെ വെള്ളിവരകൾ നെറുകയിൽ ചാർത്തിയപ്പോഴും ആ സ്വരമാധുര്യത്തിന് ഇന്നും ചെറുപ്പത്തിന്റെ യുവത്വമാണ്. ന്യൂസ് ഡെസ്ക് CCTV. വാഗ മാലതി UP സ്കൂളിൽ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സംയുക്ത ഡയറി പ്രകാശനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് EO സോജൻ ഡയറക്ടറുടെ പ്രകാശനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവ് സ്വയം വികസിപ്പിക്കുന്നതിനും അവരുടെ ചിന്തകൾ രേഖപ്പെടുത്താനുമുള്ള മികച്ച മാർഗമാണ് ഡയറി കുറിപ്പുകൾ എന്ന ആശയത്തോടെ അവരുടെ വായനയും എഴുത്തും മെച്ചപ്പെടുത്താനായുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഡയറി എഴുത്ത് സ്കൂളിൽ നടപ്പിലാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന അധ്യാപിക KP ഷീജ അധ്യക്ഷയായി. അധ്യാപകരായ ഷംന, വിജി എന്നിവർ സംസാരിച്ചു. കരൾ നൽകാൻ ഭാര്യയുണ്ട്. സുനീഷിന് വേണ്ടത് കാരുണ്യമതികളുടെ കനിവ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. തൃശൂർ ജില്ലയിലെ തോളൂർ ഗ്രാമപഞ്ചായത്തിലെ പോന്നൂർ പട്ടികജാതി കോളനിയിൽ താമസിക്കുന്ന കാക്കശ്ശേരി 43 വയസ്സുള്ള സുനീഷാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നത്. കഴിഞ്ഞ 3 വർഷമായി കരൾ രോഗബാധിതനായി ചികിത്സയിലാണ് സുനീഷ്. കോവിഡ് കാലഘട്ടത്തിൽ ഛർദിയെ തുടർന്ന് ചാവക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചുവെങ്കിലും അസുഖം തുടർന്നതിനാൽ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കരൾ രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് ലേക്ക് ഷോർ ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു. 3.5 വർഷത്തോളം അയാൾക്ക് ചികിത്സ തുടങ്ങിയിട്ട് തന്നെ 1 വർഷമായി ഇപ്പോൾ ഞങ്ങൾക്ക് സർജറി സ്ഥിരീകരിച്ചിട്ട്. ഇമ്മീഡിയറ്റ്ലി സർജറി പറഞ്ഞ് നവംബർ 27-ാം തീയതി ആയിരുന്നു. സർജറിയുടെ ഡേറ്റ് നീങ്ങിപ്പോയി. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ജനുവരിയിലാണ് ഞങ്ങൾക്ക് ഡേറ്റ് ഇതാക്കണം. ഗുരുവായൂർ ദേവസ്വം ആനക്കോട്ടയിലെ ജീവനക്കാരനായ സുനീഷിന്റെ വരുമാനം
കുടുംബത്തിന്റെ ചിലവിനും ചികിത്സയ്ക്കും തികയാതെ വന്നതോടെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന്റെ ഇടപെടലിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറുകയായിരുന്നു. ശസ്ത്രക്രിയ നടത്താൻ ദിവസം തീരുമാനിച്ചുവെങ്കിലും ആവശ്യമായ തുക സ്വരൂപിക്കാനാവാതെ മാറ്റിവെക്കുകയാണുണ്ടായത്. ജനുവരി 11 വ്യാഴാഴ്ച ശസ്ത്രക്രിയയ്ക്കായി അഡ്മിറ്റാകുന്നതിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കരൾ നൽകാൻ ഭാര്യ നിഷ തയ്യാറാണെങ്കിലും ചികിത്സയ്ക്കും മരുന്നിനും മാത്രം ഭീമമായ സംഖ്യയാണ് ചിലവ് വരുന്നത്. ഇതിനു പുറമെയാണ് വീട്ടിലെ നിത്യച്ചിലവുകൾക്കുള്ള തുക കണ്ടെത്തേണ്ടതും. കരൾ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാനുണ്ട്. പിന്നെ വേണ്ട വിധ ഫണ്ടും കാര്യങ്ങളാണ് ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നത്. പിന്നെ 2 കുഞ്ഞു മക്കളുണ്ട്. അവരുടേതായ കാര്യങ്ങൾക്കും സുനീഷിനൊപ്പം കരൾ ദാനം ചെയ്യുന്ന ഭാര്യ നിഷയ്ക്കും തുടർ ചികിത്സകൾ ആവശ്യമായി വരുന്നതിനാൽ 15 ലക്ഷത്തിലേറെയാണ് ചികിത്സയ്ക്കും മരുന്നിനും മാത്രം വേണ്ടിവരുന്നത്. ഞങ്ങൾക്കപ്പോൾ അതിലെ അധികം ഇതായിട്ടൊന്നും ഫണ്ട് പിരിഞ്ഞ് കിട്ടിയിട്ടൊന്നുമില്ല. ഇവിടെയുള്ള ഭാരവാഹികളും കമ്മിറ്റിക്കാരും രൂപീകരിച്ചിട്ട് ഒരു പോസ്റ്റർ പോലെ ഇതാക്കി ഞങ്ങൾക്ക് തന്നു. അതിൽ നിന്നും പിന്നെ ഏട്ടൻ്റെ സുഹൃത്തുക്കളും പിന്നെ ദേവസ്വം ജീവനക്കാരും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ട സഹകരണം നൽകി. അതിൻ്റെ അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിലും ഉപരി ഞങ്ങൾക്ക് ഫണ്ട് ആവശ്യം വന്നതിലാണ് UP സ്കൂൾ വിദ്യാർത്ഥികളായ അശ്വിൻ കൃഷ്ണയും അശ്വതി കൃഷ്ണയും അടങ്ങുന്ന കുടുംബത്തിന് കൈത്താങ്ങാകാൻ മനസ്സിൽ നന്മയുടെ ഉറവ വറ്റാത്ത മനുഷ്യസ്നേഹികളുടെ സഹായം അനിവാര്യമാണ്. ഈ കുടുംബത്തെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ ചെയർമാനായും വാർഡ് മെമ്പർ സുധാചന്ദ്രൻ കൺവീനറായും പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CS സന്തോഷ് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക് പറപ്പൂർ ശാഖയിൽ സുനീഷിന്റെ പേരിൽ ചികിത്സാ സഹായത്തിനായി അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഗൂഗിൾ പേ വഴിയും സഹായം എത്തിക്കാവുന്നതാണ്. രോഗത്തിൽ നിന്ന് പൂർണ്ണമോചിതനാകാൻ സുനീഷിന് കാരുണ്യമുള്ളവരുടെ സഹായം മാത്രമാണ് ഇനി ആകെയുള്ള ആശ്രയം. ഉദാരമതികളുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. CCTV ന്യൂസ്, കേച്ചേരി. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കായി കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ശില്പശാല സംഘടിപ്പിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ നിർമ്മല കൃഷ്ണൻ, നിഷ വർഗീസ് എന്നിവർ ക്ലാസ് നയിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വകുപ്പ് മേധാവി ഡോക്ടർ അഭിലാഷ, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജലി, അസിസ്റ്റന്റ് പ്രൊഫസർ കിരൺ ബാബു, മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപകൻ ശ്രീദേവ് എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രവാസി ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സമരം നടത്തി. റെയിൽവേ സീനിയർ സിറ്റിസൺ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, പ്രവാസി പുനരധിവാസം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ AG ഓഫീസിനു മുന്നിൽ നടത്തിയ സമരം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ് ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് മുഹമ്മദ് ഹാജിയുടെ അധ്യക്ഷതയിൽ പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി C മുഹമ്മദ് അലി, കരീം പന്നിത്തടം, ഷാഹുൽ ഹമീദ്, നൌഷാദ് ചാമക്കാല, മായൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഹുസൈൻ വലിയകത്ത്, അബ്ദുള്ള ചേലക്കര, അബൂബക്കർ കൈപ്പമംഗലം, നസീർ നമ്പൂരിമഠം, യൂസഫ് പടിയത്ത്, റഫീഖ് കളത്തിൽ, ഉബൈദ്, മൊയ്തു തുടങ്ങിയവർ പങ്കെടുത്തു. കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൈക്കിൾ യാത്ര 2024 വീട്ടുപച്ച ഓർത്തോപതി കൂട്ടായ്മ വടക്കേക്കാടിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജനുവരി 9 തിരൂരിൽ നിന്ന് ആരംഭിച്ച് ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, തൃശൂർ, പട്ടാമ്പി എന്നിവിടങ്ങളിൽ യാത്ര നടത്തി 14 തിരൂരിൽ സമാപിക്കും. സൈക്കിൾ യാത്രാവാരത്തിന്റെ ഭാഗമായി ദീർഘദൂര സൈക്കിൾ യാത്രകൾ, സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ, മുതിർന്ന സ്ത്രീകളെ സൈക്കിൾ ചവിട്ടാൻ പരിശീലിപ്പിക്കൽ, കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ സൈക്കിൾ യാത്രകൾ സംഘടിപ്പിക്കൽ എന്നിവയാണ് നടത്തിവരുന്നത്. 9 തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ MP നസീമയുടെ അധ്യക്ഷതയിൽ കുറുക്കോളി മൊയ്തീൻ MLA തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമത്തിൽ നിന്ന് യാത്ര ഉദ്ഘാടനം ചെയ്തു. 2ാം ദിനം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയ സ്വീകരണ ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് B താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ സൈക്കിൾ കൊണ്ട് ഉപജീവനമാർഗം നടത്തുന്ന മുക്കണ്ടത്ത് ഹംസ, കോഴപ്പുരയ്ക്കൽ സെൽവൻ, പെരുവഴിപ്പുറത്ത് സുന്ദരൻ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. യാത്രാ കോർഡിനേറ്റർ ദിവാകരൻ പനന്തറ, യാത്രാ ക്യാപ്റ്റനും കേരള നല്ല ജീവന പ്രസ്ഥാന ഡയറക്ടറുമായ ഡോക്ടർ രാധാകൃഷ്ണൻ, പുന്നയൂർ പഞ്ചായത്ത് മെമ്പർ സെലീന നാസർ, ലൈഫ് മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ ആന്റണി വാഴപ്പുള്ളി, ഷംസുദ്ദീൻ വടക്കേക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. സ്വീകരണ പരിപാടിക്ക് M റാണ പ്രതാപ്, രഘുനാഥ് മപാല, റഹീം ആലുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള 60ഓളം പേരാണ് സൈക്കിൾ യാത്രയിൽ അംഗങ്ങളായി ഉണ്ടായിരുന്നത്. CCTV ന്യൂസ്, പുന്നയൂർകുളം.
ഗുരുവായൂർ കോട്ടപ്പടി മീഡിയ ഫ്രണ്ട്സ് കൂട്ടായ്മയായ സ്റ്റോറീസ് സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഗ്രേസ് മ്യൂസിക് ബാൻഡ് സംഘത്തെയാണ് ആദരിച്ചത്. നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പടി സ്റ്റോറീസ് പ്രസിഡന്റ് എഡ്വിൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. ആൽവിൻ, ആദം, സാമുവൽ എന്നിവർ സംസാരിച്ചു. പഞ്ചാബിലെ ലുധിയാനയിൽ നടക്കുന്ന 67ാമത് നാഷണൽ സ്കൂൾ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ 40 kg വിഭാഗത്തിൽ കേരളത്തിന് വേണ്ടി ആഷിഫ MA വെങ്കലം കരസ്ഥമാക്കി. കടവല്ലൂർ കിനോജി റിയു ഇന്ത്യ കരാത്തെ സ്കൂളിലെ സെൻസായി സുനിലിന്റെ കീഴിലാണ് ആഷിഫ പരിശീലനം നടത്തുന്നത്. കരിക്കാട് മഠത്തിപ്പറമ്പിൽ അലിയാർ അലിമ ദമ്പതികളുടെ മകളായ ആഷിഫ ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. ചരിത്രമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ പൈതൃക വിശേഷങ്ങൾ നേരിൽ കണ്ടറിയുന്നതിനായി ചരിത്രാന്വേഷികളെയും വിനോദസഞ്ചാരികളെയും പൈതൃക സംരക്ഷകരെയും ഉൾപ്പെടുത്തിയുള്ള ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിച്ചു. കുന്നംകുളം YMCAയിൽ നിന്ന് ഹെറിറ്റേജ് വാക്ക് ആരംഭിച്ചത്. പുരാതനമായ അങ്ങാടികൾ, ആരാധനാലയങ്ങൾ, പൈതൃക ഗൃഹങ്ങൾ, അച്ചടിശാലകൾ തുടങ്ങി വിവിധ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിച്ച് ഉച്ചയോടെ YMCAയിൽ തന്നെ സമാപിച്ചു. അക്കാദമിക് സഹകരണത്തോടെ പ്രാദേശിക ചരിത്ര പഠന രംഗത്ത് സജീവമായ ഇടപെടലുകൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി ഹെറിറ്റേജ് വോക്കുകൾ സംഘടിപ്പിച്ചുവരുന്നത്. കേരള ചരിത്ര പഠനശാഖയെ സമ്പുഷ്ടമാക്കുന്നതിനും പ്രാദേശികമായി സാമാന്യ ജനങ്ങളിൽ ചരിത്രാവബോധം സൃഷ്ടിക്കുന്നതിനും ഇത്തരം പഠനയാത്രകൾ കൊണ്ട് സാധിക്കും. പൈതൃക മേഖലയിൽ കുന്നംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലെജൻസും കുന്നംകുളം YMCAയുമാണ് ഹെറിറ്റേജ് വാക്കിന്റെ സംഘാടനത്തിലെ മുഖ്യ പങ്കാളികൾ. കുന്നംകുളം പട്ടണത്തിന്റെ ദേശീയോത്സവമായ പിണ്ടിപ്പെരുന്നാൾ ആഘോഷത്തിന്റെ ദിനത്തിലാണ് ഈ പൈതൃക പദയാത്ര സംഘടിപ്പിച്ചത് എന്ന പ്രത്യേകതയുമുണ്ടായി. കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി സംസ്ഥാന കോർഡിനേറ്റർ പള്ളിക്കോണം രാജീവ്, ജില്ലാ കോർഡിനേറ്റർ കാസിം സയ്യിദ്, ജനറൽ കൺവീനർമാരായ ഡോക്ടർ രാജൻ ചുങ്കത്ത്, ഫാദർ ഇയോബ് OAC, കോർഡിനേറ്റർമാരായ ലെജൻസ് ക്ലബ് ഭാരവാഹി ബിമിൻ ബിജു ടി, ആർക്കിടെക്ട് മന്ന മറിയ നിക്സൺ എന്നിവർ നേതൃത്വം നൽകി. VC ഗീവർഗീസ് ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ. CCTV ന്യൂസ് കുന്നംകുളം. കഴിഞ്ഞ 10 ദിവസങ്ങളായി മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാരുദ്രയജ്ഞത്തിന് വ്യാഴാഴ്ച വസോദ്ധാരയോടെ സമാപനമാകും. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ നടക്കുന്ന വസോദ്ധാരയ്ക്ക് ശേഷം ശ്രീരുദ്രമന്ത്രം ജപിച്ച് ചൈതന്യമാക്കിയ 11 ജീവകലശങ്ങൾ ഭഗവാന് അഭിഷേകം ചെയ്യുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. രാവിലെ ചൊവ്വല്ലൂർ മോഹനനും സംഘവും അവതരിപ്പിക്കുന്ന ആൽത്തറമേളം, വൈകിട്ട് തിരുവനന്തപുരം സർഗവീണ അവതരിപ്പിക്കുന്ന രുദ്രപ്രജാപതി ബാലെ എന്നിവയുണ്ടാകും. കടവല്ലൂർ പഞ്ചായത്തിലെ തറമേൽ താഴം സ്ലൂയിസ് കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടന്നു. കടവല്ലൂർ പാടശേഖര സമിതിയുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു സ്ലൂയിസ് കം ബ്രിഡ്ജ്. കാലങ്ങളായി തരിശായി കിടന്നിരുന്ന 200 ഏക്കർ തറമേൽത്താഴം പടവ് 4 വർഷം മുൻപാണ് കടവല്ലൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കൃഷിയോഗ്യമാക്കി കൃഷിയിറക്കിയത്. ജലസേചനമായിരുന്നു കർഷകരുടെ പ്രധാന പ്രതിസന്ധി. മോട്ടോറും പമ്പുസെറ്റും വാടകയ്ക്കെടുത്താണ് 100 അടിത്തോട്ടിൽ നിന്നും കൃഷിക്ക് ആവശ്യമായ വെള്ളം എടുത്തിരുന്നത്. കർഷകരുടെ നിരന്തരമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും 11 ലക്ഷവും പഞ്ചായത്തിന്റെ 4 ലക്ഷവും ചേർത്ത് 15 ലക്ഷം ചിലവഴിച്ചാണ് ഇപ്പോൾ സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. ചടങ്ങിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ P വിജയൻ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ CK വിശ്വംഭരൻ, TS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് പാടശേഖര സമിതി ഭാരവാഹികൾ സമർപ്പിച്ചു. കടവല്ലൂർ പാടശേഖര സമിതി പ്രസിഡന്റ് KM മണികണ്ഠൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KT ഗോപി നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് 2024-25 വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് ONV കോൺഫറൻസ് ഹാളിൽ ചേർന്ന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു. ബിനീഷ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ M സുനിൽ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സൗദ അബ്ദുള്ള, നിഷാദത്ത് ടീച്ചർ, കില ഫാക്കൽറ്റി പ്രകാശ്, CDS ചെയർപേഴ്സൺ സുലൈഖ, വാർഡ് മെമ്പർമാർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് P നിസാർ സ്വാഗതവും സെക്രട്ടറി അമ്പിളി നന്ദിയും പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടയണ പുനർനിർമ്മാണം ഉടൻ നടപ്പാക്കണമെന്ന് കർഷകർ. ഈ മേഖലയിലെ 400 ഏക്കറോളം കൃഷി നിലനിർത്താൻ നിലവിലുള്ള ജലസംഭരണ സംവിധാനങ്ങൾ പോരാതെ വന്നതോടെയാണ് ആവശ്യം ശക്തമായത്. നിലവിലുള്ള പാലം പൊളിച്ച് സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മിക്കുകയും തണത്തറത്തോട് വീതിയും ആഴവും കൂട്ടുകയും ചെയ്യണം എന്നാണ് കർഷകരുടെ ആവശ്യം.
കടവല്ലൂർ, ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള മുട്ടിപ്പാലം തോടിനെ ആശ്രയിച്ചാണ് താഴാപ്പുറം പാടം, പുറ്റിങ്ങൽ പാടം, കാക്കശ്ശേരി പാടം എന്നീ പാടശേഖരങ്ങളിലെ നെൽകൃഷി നിലനിൽക്കുന്നത്. നിലവിലുള്ള തടയണ കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലാണ്. തടയണയുടെ ചോർച്ച മൂലം തോട്ടിൽ വെള്ളം സംഭരിക്കാൻ സാധിക്കാത്തതിനാൽ കൃഷിക്കാവശ്യമായ വെള്ളം പലപ്പോഴും ലഭിക്കാറില്ല. തടയണ പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് ഒട്ടേറെ നിവേദനങ്ങൾ കർഷകർ നൽകിയിട്ടുണ്ട്. കുന്നംകുളത്ത് നടത്തിയ നവകേരള സദസ്സിലും നിവേദനം നൽകിയിരുന്നു. 2 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി DPR സമർപ്പിച്ചിട്ടുണ്ടെന്നും അടുത്ത ബജറ്റിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കാണിച്ച് ജലസേചന വിഭാഗത്തിന്റെ മറുപടി ലഭിച്ചിട്ടുണ്ട്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കടവല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റൊരു പരാതിക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ഇതിന്റെ DPR തയ്യാറാക്കാൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്താൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാവക്കാട് ബ്ലാങ്ങാട് GFUP സ്കൂളിൽ ബോയ്സ് ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതി വിഹിതത്തിൽ 1,60,000 രൂപയാണ് ടോയ്ലറ്റ് നിർമ്മാണത്തിന് വിനിയോഗിച്ചത്. മറ്റു പദ്ധതികളായ സയൻസ് പ്രോജക്ട്, സംയുക്ത ഡയറി, കരാട്ടെ ക്ലാസ് എന്നിവയുടെ ഉദ്ഘാടനവും വാർഡ് കൌൺസിലർ KP രഞ്ജിത്ത് നിർവഹിച്ചു. ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ഷൈജു PS പദ്ധതി വിശദീകരണം നടത്തി. 1ാം ക്ലാസ്സുകാരുടെ ഡയറി കുറിപ്പ് സമാഹാരം, തേൻകുടുക്കയുടെ പ്രകാശനവും വായനയും വേറിട്ട അനുഭവമായി. സ്കൂൾ കമ്മിറ്റി അംഗങ്ങളായ AR രാജേഷ്, വിനോദൻ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക CD വിജി സ്വാഗതവും PTA പ്രസിഡന്റ് PV വിബിത നന്ദിയും പറഞ്ഞു. വേലൂർ വെങ്ങിലശ്ശേരി ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ജനുവരി 11 മുതൽ 17 വരെയുള്ള 7 ദിവസങ്ങളിലായാണ് ഉത്സവം ആഘോഷിക്കുന്നത്. ജനുവരി 12 വെള്ളിയാഴ്ച വൈകിട്ട് ഉത്സവത്തിന് കൊടികയറുന്നതോടെയാണ് ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കമാവുക. 11 വൈകിട്ട് ശുദ്ധികലശങ്ങൾ, പ്രസാദശുദ്ധി, വാസ്തുശുദ്ധി, ചുറ്റുവിളക്ക്, ദീപാരാധന, തുടർന്ന് അത്താഴപൂജയും ഉണ്ടാകും. ആധ്യാത്മിക സാംസ്കാരിക സമ്മേളനവും നടക്കും. 2ാം ഉത്സവവിളക്ക് ദിവസമായ ശനിയാഴ്ച രാവിലെ 5:30 മുതൽ 11 മണി വരെ ഉത്സവ ചടങ്ങുകളായ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, ശീവേലി എഴുന്നള്ളിപ്പ്, മേളം, മുളപൂജ, നടക്കൽപ്പറ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, തുടർന്ന് അന്നദാനവും ഉണ്ടാകും. രാവിലെ 9 മണിക്ക് കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ സ്മാരകം ശ്രീ ശങ്കരനാരായണനും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻ തുള്ളലും, തുടർന്ന് കിഴക്കേടം മാധവൻ നമ്പൂതിരി ആത്മാരിക പ്രഭാഷണം നടത്തും. വൈകിട്ട് കലാമണ്ഡലം രവികുമാറും സംഘവും അവതരിപ്പിക്കുന്ന മിഴാവിൽ തായമ്പകയും 7-ന് മാസ്റ്റർ ധനജയ് അവതരിപ്പിക്കുന്ന തായമ്പകയും ഉണ്ടാകും. രാവിലെ 9 മണിക്ക് അമ്മന്നൂർ രജനീഷ് ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത്, തുടർന്ന് പൊന്നടുക്കത്ത് മണികണ്ഠൻ നമ്പൂതിരിയുടെ ആധ്യാത്മിക പ്രഭാഷണം നടക്കും. വൈകിട്ട് 6:30-ന് കൂറ്റനാട് രാവുണ്ണി പണിക്കർ ആധ്യാത്മിക പ്രഭാഷണം നടത്തും. തുടർന്ന് കോട്ടപ്പുറം ഉണ്ണികൃഷ്ണൻ മാരാർ അവതരിപ്പിക്കുന്ന തായമ്പകയും ശേഷം നൃത്യങ്ങളും അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ ആലത്തൂർ ശ്രുതി സുകുമാരൻ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും Dr. K. അരവിന്ദാക്ഷൻ ആധ്യാത്മിക പ്രഭാഷണവും, വൈകിട്ട് 6:30-ന് കാളിദാസ് എടക്കുളം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയും, 7-ന് പല്ലശന രതീഷ് കുമാർ അവതരിപ്പിക്കുന്ന തായമ്പകയും അരങ്ങേറും. 5ാം വിളക്ക് ദിവസമായ വ്യാഴാഴ്ച അതിപ്രധാനമായ 1000 കുടം അഭിഷേകം, 9 മണിക്ക് സതീഷ് കുമാർ അവതരിപ്പിക്കുന്ന വയലിൻ ഡ്യുവറ്റ്, തുടർന്ന് തൃശൂർ ബ്രഹ്മശ്രീ തത്തനപ്പള്ളി കൃഷ്ണയ്യർ ആധ്യാത്മിക പ്രഭാഷണം നടത്തും. വൈകിട്ട് സർപ്പക്കാവിൽ സർപ്പബലി, തുടർന്ന് പ്രദേശത്തെ വിവിധ സംഘങ്ങൾ അവതരിപ്പിക്കുന്ന കൈക്കൊട്ടിക്കളി അരങ്ങേറും. ആറാട്ട് ദിനമായ ബുധനാഴ്ച ആറാട്ടിനെഴുന്നള്ളൽ, പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ തിരിച്ചെഴുന്നൽ, ചതുശ്ശതം, 25 കലശം, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. സർപ്പബലിയും ക്ഷേത്രത്തിൽ വിശേഷാൽ സർപ്പപൂജയും ബ്രഹ്മശ്രീ പാതിരക്കുന്ന് രുദ്രൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. CCTV ന്യൂസ്, വേലൂർ. എടക്കഴിയൂർ ലൈഫ് കെയർ ഹ്യൂമൻ ഓർഗനൈസേഷന്റെ ധനശേഖരണത്തിനായി രക്തദാന സേന രൂപീകരണവും സംഘടനയുടെ പേരും നമ്പറും ഉൾപ്പെടുത്തിയ കീ ചെയിൻ വിതരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. തെക്കേ മദ്രസ സെന്ററിൽ നടന്ന ചടങ്ങിൽ സലിം തങ്ങൾ ഹൈദരാലി സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു. RV മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായ യുവാക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. AP ഖലീൽ സ്വാഗതവും ബാബു സ്കൈലാർ നന്ദിയും പറഞ്ഞു. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഗുരുവായൂർ റോഡിൽ കുന്നംകുളം നഗരസഭാ മന്ദിരത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി നഗരകേന്ദ്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയശങ്കർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു സി ബേബി, KA ജ്യോതിഷ്, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, കവിത പ്രേംരാജ്, മിഷ സെബാസ്റ്റ്യൻ, നിഷ ജയേഷ്, MM നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു.
പ്രതിഷേധ പ്രകടനത്തിന് നിയോജകമണ്ഡലം ഭാരവാഹികളായ അഷ്മ സതീഷ്, റോഷിത് ഓടാട്ട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ MH ഹക്കീം, അക്ഷയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. എരുമപ്പെട്ടി കിഴക്കേങ്ങാടിയിൽ നിന്നാരംഭിച്ച പന്തംകൊളുത്തി പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അമൃത ഷിജു, വിമൽ ശങ്കർ, ഷിയാസ് കരീം എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ധർണ UDF മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെലുവായ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NK കബീർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, ഫ്രിജോ വടക്കൂട്ട്, അമ്പലപ്പാട്ട് മുരളീധരൻ, MC ഐജു, സിജി ജോൺ, PM യൂസഫ്, നജീബ് കൊമ്പത്തേയിൽ, രഘു കരിയന്നൂർ, വിനോദിനി മങ്ങാട്, സതീഷ് ഇടമന, സച്ചിൻ ഗൗതം, ആദിത്യൻ എന്നിവർ സംസാരിച്ചു. തയ്യൂർ, പഴവൂർ യൂത്ത് കോൺഗ്രസ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് അൻസാർ തയ്യൂർ, അക്ബർ പഴവൂർ, രാഹുൽ, കബീർ, ശരത്ത് തയ്യൂർ, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് രവി അമ്പക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MG വിവേക് ഉദ്ഘാടനം ചെയ്തു. തയ്യൂർ മേഖലാ സെക്രട്ടറി യദുകൃഷ്ണൻ നന്ദി പറഞ്ഞു. പിണറായി വിജയന്റേത് ഫാസിസ്റ്റ് ഭരണമെന്ന് DCC സെക്രട്ടറി PK രാജൻ. കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെതിരെ പോലീസ് എടുത്ത കടുത്ത നടപടിയിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രതിഷേധ പ്രകടനം യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയന്റെ ഭരണം ഫാസിസ്റ്റ് ഭരണമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ തുറുങ്കിൽ അടയ്ക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും രാജൻ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. AD സാജു, NK സുലൈമാൻ, KP വിവേകൻ, കോയ പോക്കാക്കിലത്ത്, CA പീറ്റർ, രവീന്ദ്രൻ കാക്കനാട്, CD ആന്റോ, പ്രസാദ് വാഗ, CJ ഫ്രാൻസിസ്, ബാബു താമരപ്പള്ളി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെയും യൂത്ത് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നടന്ന പ്രതിഷേധ പ്രകടനം കേച്ചേരി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM ഹാറൂൺ അധ്യക്ഷനായി. DCC അംഗം MA സുബൈർ, യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി മുബാറക് കേച്ചേരി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P മാധവൻ, AM ജമാൽ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി I വേണുഗോപാൽ, VK സുനിൽകുമാർ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ PN സുന്ദരൻ, രാധാകൃഷ്ണൻ, പ്രണവ് കല്ലാറ്റിൽ, പഞ്ചായത്ത് മെമ്പർമാരായ സജിത്ത് കുമാർ, ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. നേതാക്കളായ UP ഫാറൂഖ്, ഷർഫുദ്ദീൻ പട്ടിക്കര, ദിനേശൻ പറപ്പൂക്കാവ്, മുഹമ്മദ് കോയ, നൌഷാദ് ആയമുക്ക്, CM നജീബ്, ഷാഹുൽ ഹമീദ്, PA ഷാജി, ഷിഹാബുദ്ദീൻ, TV മോഹൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ പാട്ടും പറച്ചിലും സംഘടിപ്പിച്ചു. നാടൻ വൈ ബാൻഡ് അവതരിപ്പിച്ച പാട്ടുകളും ലഘുലേഖാ വിതരണവും നടത്തി. ചാവക്കാട് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. KS അനൂപ് അധ്യക്ഷത വഹിച്ചു. TG രഹന, TM ഷെഫീഖ്, എറിൻ ആന്റണി, KU ജാബിർ, KA വിഷ്ണു എന്നിവർ സംസാരിച്ചു. പ്രജിൽ അമൻ, വിഷ്ണു PP, സുബീഷ് ഗുരുവായൂർ, ആതിര V, അമൽനാഥ്, അബിൻ TS, അതുൽ കൃഷ്ണ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. തമിഴ്നാട് കാട്ടുപാടിയിൽ നടന്ന JSR ക്ലാസിക് 37ാമത് MR&MS സൗത്ത് ഇന്ത്യ 2024 ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ 75 കിലോഗ്രാം വിഭാഗത്തിൽ 1ാം സ്ഥാനവും ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി പെരുമ്പിലാവ് പുഞ്ചിരിക്കാവ് സ്വദേശി ഷിബിൽ ശിവദാസൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 2022 മിസ്റ്റർ തൃശൂരായും ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. SQ ഷാനുവാണ് ഷിബിലിന്റെ പരിശീലകൻ. പൊതിയഞ്ചേരിക്കാവ് അമ്പലപ്പറമ്പിൽ ശിവദാസൻ സുനിത ദമ്പതികളുടെ മകനാണ് 30-കാരനായ ഷിബിൽ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായിരുന്ന CM ജോർജ് ഓർമ്മദിനാചരണം വിവിധയിടങ്ങളിൽ നടന്നു. വിശദാംശങ്ങളിലേക്ക്. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രസിഡന്റ് MB ബാബു മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ജെയിംസ് ചെമ്മണ്ണൂർ, ഫസലുർ റഹ്മാൻ, ആൽഫ ബിജു, MA ഉസ്മാൻ, അലക്സ് ജോണി, ശ്രീജൻ വലിയപറമ്പിൽ, ഡെന്നി ചുങ്കത്ത്, രാജൻ മാത്യു, റോബർട്ട് ആൻഡോ, നസീമ ഷംസുദ്ദീൻ, നീതു വസന്ത, സ്റ്റീഫൻ കുണ്ടന്നൂർ, ഷാജു ആനി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം വ്യാപാര ഭവനിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM അബൂബക്കർ, ജോയിന്റ് സെക്രട്ടറിമാരായ രാജു B ചുങ്കത്ത്, AA ഹസൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനേഷ് തെക്കേക്കര, വനിതാ വിംഗ് സെക്രട്ടറി എക്സിബ ജോഷ്, ചേംബർ എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുഷ്പാർച്ചനയും ഉണ്ടായി.
CM ജോർജ് അനുസ്മരണം ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ചാവക്കാട് വസന്തം കോർണറിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്മൃതി മണ്ഡപത്തിൽ KVVS ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ ജോജി തോമസ് പുഷ്പാർച്ചന നടത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. CMI ട്രഷറർ KK സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KK നടരാജൻ, സെക്രട്ടറിമാരായ PM അബ്ദുൾ ജാഫർ, PS അക്ബർ, വനിതാ വിംഗ് പ്രസിഡന്റ് ഫാഡിയ ഷഹീർ, സെക്രട്ടറി റസിയ ഷാഹുൽ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടകാമ്പാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റും കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ കൺവീനറുമായ സോണി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ട്രഷറർ അനിൽ P. മാത്യു അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി മെമ്പർമാരായ വിശ്വനാഥൻ, റെഡിസൺ റോയ്, സതീഷ് കുമാർ, സ്റ്റാൻലി PP, KC ജോസ്, സ്കറിയാച്ചൻ, സുധീഷ് കുമാർ, ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആൽത്തറ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KM പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറിമാരായ വിജി ബാലകൃഷ്ണൻ സ്വാഗതവും A. മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു. യൂണിറ്റ് ഭാരവാഹികളായ അരവിന്ദാക്ഷൻ, ശ്രീനിവാസൻ, സന്തോഷ്, പ്രമോദ്, CK ഷൺമുഖൻ, ജോഷി തോമസ്, VM മുസ്തഫ, P. ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. എടക്കഴിയൂർ RP ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജേഴ്സ് ഡേയും +2 വിഭാഗം സിൽവർ ജൂബിലി ആഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ജനുവരി 12-ാം തീയതി നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണി മുതൽ 10 മണി വരെ സ്കൂൾ അങ്കണത്തിലാണ് ചടങ്ങ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5740 രൂപ, പവന് 45,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. ചരമം അഗതിയൂർ വെള്ളര ഉക്രുമകൻ വർഗീസ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം അയ്യമ്പറമ്പ് പള്ളി സെമിത്തേരിയിൽ നടന്നു. എരുമപ്പെട്ടി മങ്ങാട് ചൊവ്വല്ലൂർ ഈയപ്പൻ ജേക്കബ് നിര്യാതനായി. 97 വയസ്സായിരുന്നു. സംസ്കാരം മങ്ങാട് സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. പരേതയായ മറിയം ഭാര്യയാണ്. ഫിലോമിന, നിക്ലാവോസ്, വിൻസെന്റ് എന്നിവർ മക്കളാണ്. കുന്നംകുളം കിഴൂർ സെന്ററിൽ മൂലായിൽ ശ്രീനിവാസൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. പ്രേമ ഭാര്യയാണ്. നിഷ, നിഷാദ്, നിഷിത എന്നിവർ മക്കളാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് കുന്നംകുളം നഗരസഭാ ശ്മശാനത്തിൽ നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തൃശൂരിന് അഭിമാനം. സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ പിൻഗാമിയായി സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തു. തൃശൂരിന്റെ പുത്രൻ മാർ റാഫേൽ തട്ടിൽ ഇനി സീറോ മലബാർ സഭയെ നയിക്കും. മാർ റാഫേൽ തട്ടിൽ നടന്നുകയറിയത് കാലം കാത്തുവെച്ച ചരിത്ര നിയോഗത്തിലേക്ക്. ഭരിക്കുന്നവർ തന്നെ ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിവാദങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് നേതാവ് PT മോഹനൻ അനുസ്മരണ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഗവർണർ ഏരമംഗലത്തെത്തി. കനത്ത പോലീസ് കാവലിനിടയിലും മേഖലയിൽ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവും വ്യാപകമായ പ്രതിഷേധ ബാനറുകളും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളന കാലത്തിന് തുടക്കം. കേച്ചേരി മേഖലാ സമ്മേളനം പുതുശ്ശേരി IMA ഹാളിൽ സജ്ജമാക്കിയ TV വിനോദ് കുമാർ നഗറിൽ KCCL ചെയർമാൻ K. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് ചൊവ്വന്നൂർ കലശമല അയ്യപ്പത്ത് ശ്രീധരന്റെ മകൻ ശ്രീശാന്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.